ഹലോ എല്ലാവർക്കും നമസ്കാരം, പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മൾ എവറസ്റ്റ് ബേസ് ക്യാമ്പ് പോയായിരുന്നല്ലോ. അപ്പോൾ അതിൻ്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ്, പ്രധാനമായിട്ടും എക്സ്പെൻസുകൾ, പിന്നെ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ്, ബഡ്ജറ്റായിട്ട് നമുക്ക് എങ്ങനെ പോകാൻ പറ്റും, നമുക്ക് സ്വന്തമായിട്ട് വേറെ പാക്കേജുകളൊന്നും എടുക്കാണ്ട് പോകാൻ പറ്റുന്ന ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പറയാം. അതുപോലെ തന്നെ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ കൊണ്ടുപോയത്, അതിൻ്റെ വീഡിയോ നമ്മൾ ഫസ്റ്റ് എപ്പിസോഡ് ചെയ്തിട്ടുണ്ട്. അതിനകത്ത് കുറച്ച് സാധനങ്ങൾ ആവശ്യമില്ലാത്ത കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അത് ഞാൻ ഈ വീഡിയോയിൽ ഞാൻ പറയാം. പ്രധാനപ്പെട്ട കുറച്ച് സാധനങ്ങൾ കൊണ്ടുപോയില്ല, അത് വേറെ കാര്യം, അതും പറയാം. പിന്നെ ഹെലികോപ്റ്ററിന് എത്ര രൂപ എക്സ്പെൻസ് വന്നു, അങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങൾ നമുക്ക് ഡിസ്കസ് ചെയ്യാം. പിന്നെ നിങ്ങൾക്ക് ഈ യാത്ര പോകുന്നതിന് മുമ്പ് ശാരീരികമായിട്ടും മാനസികമായിട്ടൊക്കെ തയ്യാറെടുക്കുന്നതിനെ കുറിച്ച് അതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്യാം. അങ്ങനെ കുറച്ച് കാര്യങ്ങൾ ഈ വീഡിയോയിൽ ഉണ്ടാവും. അപ്പോൾ സ്കിപ്പ് ചെയ്യാതെ വീഡിയോ കാണാം. അപ്പോൾ EBC ട്രക്ക് പോകുന്ന എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഉപകാരപ്പെടും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അപ്പോൾ വീഡിയോ ഫുള്ളായിട്ട് കണ്ട ശേഷം നിങ്ങൾക്ക് ഡൗട്ടും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ താഴത്ത് കമൻറ്റ് ചെയ്യുന്നോട്ടാ. അപ്പോൾ നമ്മുടെ ഈ എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ഈ ഒരു ട്രിപ്പ് മുഴുവനും സ്പോൺസർ ചെയ്തത് ഇംഗ്ലീഷ് കഫേയാണ്. ഇംഗ്ലീഷ് കഫേക്ക് ഒരുപാട് നന്ദി പറയാനുണ്ട്. ഇംഗ്ലീഷ് കഫേ എന്ന് പറയുന്നത് വീട്ടിലിരുന്നുകൊണ്ട് തന്നെ നമുക്ക് ഫ്രീ ടൈം കിട്ടുമ്പോഴൊക്കെ, അത് നിങ്ങൾ ലോകത്ത് എവിടെയായിരുന്നാലും പ്രശ്നമില്ല, വാട്സാപ്പ് വഴി ഇംഗ്ലീഷ് പഠിക്കാവുന്നൊരു സംവിധാനം ഉണ്ടോ. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഞാൻ ഡിസ്ക്രിപ്ഷൻ കൊടുത്തിട്ടുണ്ട്. താല്പര്യമുള്ള എല്ലാവരും അതിൽ ജോയിൻ ചെയ്യുക, ഇംഗ്ലീഷ് കഫേ. അപ്പോൾ എവറസ്റ്റ് ബേസ് ക്യാമ്പിൻ്റെ ഈ ഒരു ട്രക്ക് എന്ന് പറയുന്നത്, നമ്മൾ പോയത് കാഠ്മണ്ഡുന്ന് ലൂക്കയിലോട്ട് ഫ്ലൈറ്റ് കയറിയിട്ടാണ്. ലൂക്കയിലോട്ട് ശരിക്കും ഫ്ലൈറ്റ് പിടിക്കാണ്ട് നമുക്ക് കുറച്ചും കൂടി ബഡ്ജറ്റ് പിടിച്ച് വണ്ടിക്ക് പോകാനുള്ളൊരു ഓപ്ഷൻ ഉണ്ട്. വണ്ടിക്കും പ്ലസ് കൂടെ ട്രക്കിങ്ങും ഉണ്ട്. ഒരു 1.5 ദിവസം കൊണ്ട് നമുക്ക് എത്തുന്ന രീതിയുണ്ട്, അത് ഞാൻ വഴിയെ പറയാം. അപ്പോൾ ലൂക്കല തൊട്ട് നമ്മുടെ ബേസ് ക്യാമ്പ് വരെയുള്ള കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 62 കിലോമീറ്ററാണ്. തിരിച്ചും അത്രയും തന്നെ നടക്കാനുണ്ട്. ടോട്ടൽ 130 കിലോമീറ്ററാണ് നമുക്ക് നടന്നു പോകാനുള്ളത്. നമ്മൾ ഈ ട്രിപ്പ് പോകുന്ന സമയത്ത് അത്യാവശ്യം ശാരീരികമായിട്ടുള്ള കുറച്ച് ഫിറ്റ്നസിൻ്റെ ഒക്കെ ആവശ്യമുണ്ട്. അതൊരു ശില്പം മാത്രമാണ്, അങ്ങോട്ട് നോക്കണ്ട. അപ്പോൾ ഞാൻ ഈ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് ചെയ്ത കാര്യം എന്ന് പറഞ്ഞാൽ, ഞാൻ 1 മാസത്തേക്കാണ് പ്ലാൻ ചെയ്തത്. അതായത് ഒന്ന് പ്രിപ്പറേഷൻ ആവണം, അത്യാവശ്യം രാവിലെ എണീറ്റ് ഒന്ന് ഓടുകയും നടക്കുകയൊക്കെ ചെയ്യണം എന്ന് വിചാരിച്ചു. പക്ഷെ നടന്നില്ല, 2 ആഴ്ച മാത്രമേ എനിക്ക് ചെയ്യാൻ പറ്റുള്ളൂ. എന്നിട്ടും എനിക്കത് പോകാൻ പറ്റി. കാരണം എനിക്ക് വലിയൊരു ഫിറ്റ്നസ്സോ അല്ലെങ്കിൽ സ്റ്റാമിനയോ അങ്ങനത്തെ ഒരു ഇതൊന്നും ഇല്ലാത്തൊരു ബോഡിയാണ് എൻ്റെ. പലരും പല രീതിയിലാണ് പറഞ്ഞു കേട്ടിട്ടുള്ളത് ഇതിനെക്കുറിച്ച് അന്വേഷിക്കുമ്പോൾ. 1 വർഷം മുമ്പേ പ്രാക്ടീസ് ചെയ്യണം, ചിലർ 1 മാസം മതി, 1 ആഴ്ച മതി എന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും ഞാനൊരു 2 ആഴ്ചത്തെ പ്രാക്ടീസാണ് ചെയ്തത്. രാവിലെ എണീറ്റ് നടക്കാൻ പോകും. പിന്നെ ഞാൻ നോക്കിയപ്പോൾ പല സൈറ്റുകളും, ഈ ഒരു ട്രിപ്പ് കൊണ്ടുപോകുന്ന പല ടൂർ ഏജൻസികളും അവരതിൻ്റെ ഡിസ്ക്രിപ്ഷനിൽ എഴുതിയിട്ടുണ്ട് 5 കിലോമീറ്റർ ദൂരം 30 മിനിറ്റ് കൊണ്ട് നിങ്ങൾ ഓടിയാൽ മാത്രമേ കൊണ്ടുപോകുള്ളൂ എന്ന് എഴുതി വെച്ചാൽ ഞാൻ കണ്ടിട്ടുണ്ട്. അത് എന്ന് പറഞ്ഞാൽ ഈ ഗ്രൂപ്പായിട്ട് ട്രിപ്പ് പോകുമ്പോൾ അതിനകത്ത് ഒരാൾക്ക് പ്രശ്നം വന്നു കഴിഞ്ഞാൽ അല്ലെങ്കിൽ കയറാൻ പറ്റാണ്ട് നിന്ന് പോയാൽ അവർക്ക് അത് ബുദ്ധിമുട്ടാണ്. അതുകൊണ്ടായിരിക്കും അവരങ്ങനെ ചെയ്യണത്. അപ്പോൾ ഫിറ്റ്നസ് ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ്. ഇപ്പോൾ അത്യാവശ്യം ഓടുന്ന ആൾക്കാരോ ഈ ഫുട്ബോൾ കളിയോ അല്ലെങ്കിൽ ഒരു അത്ലറ്റ് ആയിട്ടുള്ള ആൾക്കാരാണെങ്കിൽ അത്യാവശ്യം ഫിറ്റ്നസും കാര്യങ്ങളൊക്കെ ഉണ്ടാവും. അവർക്കും പ്രശ്നമല്ല. അതല്ലാത്ത എന്നെ പോലെയുള്ള വലിയ സ്റ്റാമിന ഇല്ലാത്തവരാണെങ്കിൽ മെൻ്റലിയും ഫിസിക്കലി ഒന്ന് ഫിറ്റ് ആവണം. ഇപ്പോൾ മെൻ്റലി ഫിറ്റ് ആവണമെന്ന് പറയാനുള്ള പ്രധാന കാര്യം എന്ന് പറഞ്ഞാൽ, ഒരു വലിയൊരു മല നമുക്ക് കയറാനുണ്ടെങ്കിൽ അവിടം വരെ എത്തണോ എന്ന് ചിന്തിച്ച് കഴിഞ്ഞാൽ നമുക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ അധികം ഇട്ടിട്ട് വരാൻ സാധ്യതയുണ്ട്. നമ്മളവിടെ എത്തും എന്നുള്ളൊരു ആ മെൻ്റലി ഉള്ള സ്ട്രോങ് ഇതിനൊരു അത്യാവശ്യം. എപ്പോഴും നമ്മൾ പോസിറ്റീവായിട്ട് തന്നെ ചിന്തിക്കണം. കാരണം അവിടെയൊക്കെ എത്തുമ്പോൾ അങ്ങനത്തെ ഒരു മൈൻഡ് വരാൻ സാധ്യതയുണ്ട്, ഒരു നെഗറ്റീവ് വരാൻ സാധ്യതയുണ്ട്. അങ്ങനെ ചിന്തിച്ചാണ് ചെയ്യേണ്ടതെന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അത്യാവശ്യം നല്ല ഫിറ്റ്നസ് നിങ്ങൾ കുറച്ച് ഈ ട്രിപ്പ് പോകുന്നതിന് മുമ്പ് കുറച്ച് നാൾ മുമ്പ് തന്നെ ചെയ്തു തുടങ്ങാം. അത്യാവശ്യം രാവിലെ എനിക്ക് നടക്കുക. ചിലവർ സജസ്റ്റ് ചെയ്ത് ബാഗിൽ കുറച്ച് വെയിറ്റ് ഒക്കെ എടുത്തിട്ടിട്ട് സ്റ്റെപ്പ് കയറാൻ പറഞ്ഞു. സ്റ്റെപ്പ് കയറി ഇറങ്ങി കഴിഞ്ഞാൽ അത്യാവശ്യം നമുക്ക് ആ ട്രെക്ക് ചെയ്യണതിൻ്റെ ഒരു ഫീലിംഗ് കിട്ടും. പിന്നെ അത് കുറച്ച് നല്ലതാണ്. ഈ മസിൽസിന്, കാലിൻ്റെ ഒക്കെ മസിൽസിന് നല്ലതാണെന്ന് പറഞ്ഞു. ഞാൻ പിന്നെ knee pad, മുട്ടിലിടുന്ന knee pad ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതൊക്കെ ഭയങ്കരമായിട്ട് ഹെൽപ്പ് ചെയ്തു കേട്ടോ. അപ്പോൾ അങ്ങനത്തെ കുറച്ച് എക്സസൈസും കാര്യങ്ങളൊക്കെ നമ്മൾ മുമ്പ് തന്നെ പ്രിപ്പയർ ചെയ്യണം കേട്ടോ. പിന്നെ ഞാൻ ചെയ്ത വേറൊരു കാര്യമുണ്ട് കേട്ടോ. ഞാൻ പുതിയതായിട്ട് ഷൂ മേടിച്ചിട്ടുണ്ടായിരുന്നില്ല. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടതൊക്കെ അറിയാം. ആ ഷൂ എനിക്ക് വേറെ ട്രെക്കിംഗ് ഷൂ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഞാൻ അതുകൊണ്ടാണ് പുതിയതായിട്ട് വാങ്ങിയത്. പക്ഷേ ആ ഒരു ഷൂ പുതിയതാണെങ്കിൽ നമ്മൾ അത് ട്രെക്കിന് പോകുമ്പോൾ അല്ല ആദ്യമായിട്ട് ഇടേണ്ടത്. നമ്മൾ ഈ എക്സസൈസ് കാര്യങ്ങൾ ചെയ്യുമ്പോൾ ആ ഒരു ഷൂ ഇട്ടിട്ട് വേണം ചെയ്യാനായിട്ട്. കാരണം നമുക്ക് ആ ഒരു കാലായിട്ടൊന്ന് പരിചയമാണത് നല്ലതാണ്. അപ്പോൾ കുറച്ച് പേരോട് ചോദിച്ചപ്പോൾ അത് സജസ്റ്റ് ചെയ്തത് അങ്ങനെയാണ്. നമ്മൾ എക്സസൈസ് ചെയ്യുമ്പോൾ ഏത് ഷൂ ആണ് ട്രക്കിങ്ങിന് ഇട്ടുകൊണ്ട് പോകുന്നത് അത് ഇട്ടുകൊണ്ട് എക്സസൈസ് ചെയ്യുക, രാവിലെ നടക്കാനൊക്കെ പോവുക. അപ്പോൾ അത് നമുക്ക് കുറച്ചും കൂടി പരിചയവും. അതുകൊണ്ടാണ് അങ്ങനെ പറയണത്. പിന്നെ ശാരീരികമായിട്ട് ബുദ്ധിമുട്ട് വരാൻ സാധ്യതയുള്ളത് AMS ആയിരിക്കും. എല്ലാവർക്കും വരണമെന്ന് നിർബന്ധമൊന്നുമില്ല, പക്ഷെ നമുക്കതൊന്നും വന്നായിരുന്നു. അത് ഈ കൊറോണയുടെ തലവേനയാണോ AMS ആണോന്ന് എനിക്ക് അറിയാനും പാടില്ല. AMS തന്നെയാണെന്ന് എനിക്ക് തോന്നണം. അപ്പോൾ AMS വരുമ്പോൾ ആകെയുള്ളൊരു ഓപ്ഷൻ അത്യാവശ്യം നന്നായിട്ട് വെള്ളം കുടിക്കുക, പിന്നെ ഡൈമോക്സി തലേ ദിവസം തന്നെ കഴിക്കണമെന്ന് നല്ലത്. അങ്ങനെയാണ് എൻ്റെ അടുത്ത് പറഞ്ഞത്. അതായത് AMS വന്ന ശേഷമല്ല ഡൈമോക്സി ഗുളിക കഴിക്കണത്, അതിന് മുമ്പ് കഴിച്ചു തുടങ്ങണം. അപ്പോൾ ഡൈമോക്സി ഗുളിക പിന്നെ അത്യാവശ്യം വെള്ളം കുടിക്കാം, അതേ വഴിയുള്ളൂ, വേറെ ഓപ്ഷനും
AMSനൊന്നും ഇല്ല. അപ്പോൾ അത്രയും കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് ശാരീരികമായിട്ടുള്ള ശ്രദ്ധിക്കാനുള്ളത്. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ മൈൻഡ് പോലെ ഇരിക്കും. ഏറ്റവും മെൻ്റലി സ്ട്രോങ് ആണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആണെന്ന് ഞാൻ മനസ്സിലാക്കിയത്. പിന്നെ ഞാൻ മെയിനായിട്ട് ഈ ട്രാവലിൽ കൊണ്ടുപോകാണ്ടിരുന്ന സാധനമുണ്ട്. എല്ലാ സാധനങ്ങളും ചുമന്നുകൊണ്ട് പോയി, പക്ഷേ മെയിനായിട്ട് ഉള്ള സാധനം എടുത്തില്ല. അതാണ് ഏറ്റവും കൂടുതൽ ആവശ്യമായിട്ട് വന്നത്. എന്താണെന്നറിയാമോ? ഫ്ലാസ്ക്, കുറച്ച് ചൂടുവെള്ളം കുടിക്കാനായിട്ട്. അപ്പോൾ ഒരു 1/2 ലിറ്ററിൻ്റെയോ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്രയുള്ള ഒരു ഫ്ലാസ്ക് കയ്യിലുള്ളത് നല്ലതാണ്. വേറൊരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവിടെ നിന്ന് ഒരു ഗ്ലാസ് ചൂടുവെള്ളം മേടിക്കണമെങ്കിൽ 50 രൂപ 100 രൂപയൊക്കെ കൊടുക്കേണ്ടി വരും. അപ്പോൾ ഫ്ലാസ്കിൽ നിറച്ച് മേടിക്കുക കുറച്ചും കൂടി നല്ലത് അതാണെന്ന് തോന്നി. പിന്നെ ചൂടുവെള്ളം കുടിക്കാൻ ആവശ്യമുള്ളവരാണെങ്കിലും അത് എടുത്താൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പക്ഷേ എനിക്കത് വേണ്ടി വന്നു. പിന്നെ നമ്മളത് അവിടെ നിന്ന് 300 രൂപയുടെ വലിയൊരു കെറ്റിൽ മേടിച്ചിട്ടാണ് നമ്മൾ ചൂടുവെള്ളം കുടിച്ചുകൊണ്ടിരുന്നത്. അപ്പോൾ ഒരു ഫ്ലാസ്ക് ഉണ്ടെങ്കിൽ നമുക്ക് ട്രാവൽ ചെയ്യുന്ന സമയത്തും നമുക്ക് ഉപയോഗിക്കാൻ പറ്റും. പിന്നെ പലരും കമൻറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു ഓക്സിജൻ സിലിണ്ടർ ഒന്നും മേടിച്ച് വെച്ചാൽ വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല. പക്ഷേ എനിക്ക് തോന്നുന്നത് ഓക്സിജൻ സിലിണ്ടറിൻ്റെ ആവശ്യം അങ്ങനെ വരാറില്ല. നമുക്ക് അത്രയും നമ്മൾ ഓൾറെഡി ഇതിന് പ്രിപ്പയർ ആയിട്ടാണ് പോണത്. ഓക്സിജൻ അത്രയും വലിയ ഇഷ്യൂ വരാൻ സാധ്യതയില്ല എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. നമ്മുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്കന്ന് കൊറോണ ആയിരുന്നു, അതിൻ്റെ ഒരു പ്രശ്നമായിരുന്നു. അപ്പോൾ ഓക്സിജൻ സിലിണ്ടറിന് വേറൊരു പ്രശ്നം, ഫ്ലൈറ്റിൽ കയറ്റില്ല. ഇപ്പോൾ സ്പ്രേ ഒക്കെ കിട്ടുമല്ലോ, ഓക്സിജൻ സ്പ്രേ കിട്ടും. അതൊന്നും ഇവിടെ നിന്ന് മേടിച്ചിട്ടാരും പോകരുത്. അത് ഫ്ലൈറ്റിൽ കയറ്റില്ല, ലൂക്കിലായിട്ടുള്ള ഫ്ലൈറ്റിലും കയറ്റില്ല അവർ. ഇത് ലൂക്കിലെ ചെന്നിട്ടോ അല്ലെങ്കിൽ നാംചി ബസാറെന്നൊക്കെ മേടിക്കാൻ പറ്റും. ആവശ്യമുള്ളവർ മാത്രം മേടിച്ചാൽ മതി. കാര്യമായിട്ട് അതിൻ്റെ ആവശ്യം വരാറില്ല സത്യം പറഞ്ഞാൽ. ഓൾറെഡി പ്രിപ്പയർ ആയിട്ട് തന്നെ പോകണം. നമ്മൾ ആ ബോഡി അവിടെ ചെല്ലുമ്പോൾ അറ്റാച്ച് ആവും, നമ്മുടെ ശരീരം അവിടെ ആയിട്ട് മാച്ച് ആവും. അപ്പം വലിയൊരു പ്രശ്നം വരാൻ സാധ്യത കുറവാണ്. പിന്നെ അല്ലെങ്കിൽ വല്ല കുറവാണ് തന്നെ. അപ്പോൾ അതുകൊണ്ട് അത് വേണമെന്ന് നിർബന്ധമില്ല. ആവശ്യമുള്ളവർ മാത്രം മേടിച്ചാൽ മതി. നിങ്ങൾക്കൊരു കോൺഫിഡൻസ് ഉണ്ടെങ്കിൽ കുഴപ്പമില്ല. പിന്നെയുള്ളൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇൻഷുറൻസ് ആണ്. ഹെൽത്ത് ഇൻഷുറൻസോ ട്രാവൽ ഇൻഷുറൻസോ അങ്ങനെ എന്തെങ്കിലും സംഭവമൊക്കെ എടുക്കണം നല്ലതാണെന്ന് എനിക്ക് തോന്നണം. എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഉള്ള ഭൂരിഭാഗം പേർക്കും ഹെൽത്ത് ഇൻഷുറൻസ് ഒക്കെ ഉണ്ടായിരിക്കും. അത് പക്ഷേ നേപ്പാളിൽ വാലിഡ് ആണെന്ന് ചെക്ക് ചെയ്യണം. ഇൻഷുറൻസ് എടുക്കാൻ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എനിക്ക് തോന്നുന്നു കാഠ്മണ്ഡുവിൽ നിന്ന് ഇത് കിട്ടും. എനിക്ക് തോന്നുന്നു 3000, 4000, 5000 രൂപയൊക്കെയാണ് ആ റേഞ്ച് തന്നെ. അത് ഓരോ ഇതനുസരിച്ച് വ്യത്യാസപ്പെടും. അതിനകത്ത് ഹെലികോപ്റ്റർ വാക്കേഷനൊക്കെ ചിലപ്പോൾ ഇൻക്ലൂഡ് ആയിരിക്കും. അത് എടുക്കുന്നത് നല്ലതാണ്. പക്ഷേ ഹെലികോപ്റ്റർ വാക്കേഷൻ കിട്ടുമെന്ന് വിചാരിച്ച് അത് എടുക്കണ്ട. കാരണം നിങ്ങൾക്ക് എന്തെങ്കിലും സീരിയസ് ആയിട്ടുള്ള ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടെങ്കിൽ മാത്രമേ ഹെലികോപ്റ്റർ വെക്കേഷൻ്റെ ആ പൈസ നിങ്ങൾക്ക് തിരിച്ചു കിട്ടുള്ളൂ. അതായത് നമുക്ക് ആദ്യം പൈസ അടക്കണം. ഏകദേശം $1300 റേറ്റ് വരുന്നത്. അതായത് ഇവിടുത്തെ ഒരു 94,000 രൂപ, 1,00,000 അടുത്ത് രൂപ വരും. അത്രയും ചിലവ് നമ്മൾ ആദ്യം അടക്കണം. അതിനുശേഷം നിങ്ങൾ അത് ഇവാക്യുവേറ്റ് ചെയ്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുവന്നിട്ട് ചെക്ക് ചെയ്യും. ഡോക്ടർമാർ ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് സീരിയസ് ഇഷ്യൂ ആണെങ്കിൽ മാത്രമേ ആ പൈസ റീഫണ്ട് ചെയ്ത് നിങ്ങൾക്ക് തരുള്ളൂ. അപ്പം അങ്ങനെ ഒരു ക്ലോസും കൂടി ഉണ്ട്. അപ്പോൾ ഇൻഷുറൻസ് എടുത്തിട്ട് പ്ലെയിനിൽ കയറി നൈസായിട്ട് അമ്മ ഇങ്ങനെ തലയിറങ്ങി കാണിച്ചിട്ടൊന്നും കാര്യമൊന്നുമില്ല. അപ്പോൾ താല്പര്യമുള്ളവർക്ക് അത് എടുക്കാം. കാഠ്മണ്ഡു ചെന്നാൽ നമുക്കത് എടുക്കാനുള്ള സൗകര്യമുണ്ട്. പിന്നെ പലരും കമൻറ്റിലൂടെ ചോദിച്ച കാര്യങ്ങളുണ്ട്, പെട്ടെന്നൊരു എമർജൻസി വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും എന്നുള്ളത്. അപ്പോൾ ആകെയുള്ളൊരു ഓപ്ഷൻ എന്ന് പറയുന്നത് ഈ ഹെലികോപ്റ്റർ വാക്കേഷനാണ്. അതെന്ന് പറഞ്ഞാൽ നമ്മൾ നടന്നു പോകണ വഴിക്ക് വന്ന് എടുത്തുകൊണ്ട് പോകുന്നില്ല. ഇപ്പം എന്തെങ്കിലും പറ്റിക്കഴിഞ്ഞാൽ തൊട്ടടുത്തുള്ള ഡെസ്റ്റിനേഷൻ ഏതാണോ അങ്ങോട്ടേക്ക് അത് എത്തിക്കും. അങ്ങോട്ടേക്ക് ചിലപ്പോൾ കുതിര പുറത്തോ അല്ലെങ്കിൽ യാക്കിൻ്റെ പുറത്തോ ചിലപ്പോൾ ഷെയർപ്പന്മാർ എടുത്തുകൊണ്ട് പോകണം, അങ്ങനെയൊക്കെ ചെയ്യാറുണ്ട്. അങ്ങനെ അടുത്ത സ്ഥലത്തേക്ക് എത്തിച്ച് അവിടെ നിന്ന് ഇവാക്യുവേറ്റ് ചെയ്യുള്ളൂ. ഹെലികോപ്റ്റർ ഏതെങ്കിലും വഴിയിൽ വന്നൊന്നും ഇറങ്ങൂല. അപ്പം അങ്ങനെ ഒരു പ്രശ്നം കൂടിയുണ്ട്. നമുക്ക് ആകെ ഒരു ഓപ്ഷൻ വേറെ വാഹന സൗകര്യങ്ങളൊന്നുമില്ലല്ലോ, ഹെലികോപ്റ്ററാണ്. അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. മാക്സിമം ശ്രദ്ധിച്ചൊക്കെ പോയാൽ. ഞാനെപ്പോഴും സേഫ്റ്റി സൈഡും കൂടി നോക്കുന്ന ആളാണ്. അങ്ങനെ നോക്കി ട്രാവൽ ചെയ്യാനാണ് എനിക്കിഷ്ടം. കാരണം ഒരുപാട് സ്ഥലങ്ങളിൽ ഇനി പോകാൻ കിടക്കണല്ലോ. അപ്പോൾ അതിനൊരു ഇമ്പോർട്ടൻ്റ് കൊടുക്കണത് നല്ലതാണ്. എപ്പോഴും സേഫ്റ്റിക്ക് ഒരു ഇമ്പോർട്ടൻ്റ് കൊടുക്കുക. സേഫ്റ്റി നോക്കുമ്പോൾ ചിലവ് കൂടും. അതാണ് സ്വാഭാവികമായിട്ട് സംഭവിക്കണം. ഏറ്റവും ബഡ്ജറ്റായിട്ട് പോകുന്ന ഒരു ട്രിപ്പും കൂടിയാണ് കേട്ടോ. പലരും 12,000 രൂപയ്ക്ക് വരെ പോയ ആൾക്കാരുണ്ട്, പക്ഷെ അതിന് സേഫ്റ്റി ഉണ്ടാവില്ല. പിന്നെ ഞാൻ കുറേ സാധനങ്ങൾ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. ഫസ്റ്റ് എപ്പിസോഡ് കണ്ടവർക്കറിയാം. ശരിക്കും ഒരുപാട് ഐറ്റംസ് ഒന്നും വലിച്ചു വാരി കൊണ്ടുപോകേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾ ഓരോ ട്രിപ്പ് കഴിയുമ്പോഴാണ് ഇതൊക്കെ പഠിക്കണേടാ. എനിക്ക് തോന്നുന്നത് എൻ്റെ മൂന്നാമത്തെ ഫ്ലൈറ്റ് കയറിയുള്ള യാത്രയും കൂടിയാണ്. പിന്നെ ഹിമാലയത്തിൽ പോകണ ആദ്യമായിട്ടും കൂടിയാണ്. അപ്പോൾ അതിൻ്റെ കുറച്ച് കാര്യങ്ങളുണ്ട്. പക്ഷേ ഇത്രയും ലഗേജൊന്നും വലിച്ചുകൊണ്ട് പോകേണ്ട കാര്യമില്ല. ഞാൻ കൊണ്ടുപോയിൽ ഞാൻ തിരിച്ച് ആവശ്യമില്ലാതെ കൊണ്ടുവന്ന സാധനങ്ങൾ എന്താണെന്ന് അറിയാമോ? ഒന്ന് ടീഷർട്ടുകൾ. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ ഇട്ടുകൊണ്ട് പോകുന്ന ടീഷർട്ട് അല്ലാണ്ട് എക്സ്ട്രാ ഒരു 2 എടുത്താൽ മതി. അവിടെ തണുപ്പാണ്, നമ്മുടെ ശരീരം വേർക്കില്ല. പിന്നെ എന്തെങ്കിലും ചെളിയൊക്കെ വന്ന് മുഷിഞ്ഞ് കഴിഞ്ഞാൽ അവിടെ അലക്കാനുള്ള സൗകര്യമുണ്ട്. 150 രൂപ പെർ പീസിന് കൊടുത്താൽ മതി. അപ്പോൾ ലഗേജ് കുറക്കണത് വളരെ നല്ലതാണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ 2 ടീഷർട്ട്, 2 പാൻറ്റ്, പിന്നെ ഇന്നർ വെയർ നിങ്ങൾക്ക് ആവശ്യമുള്ള പോലെ ഒരു 5-6 കൊണ്ടുപോക്കോ. ലഗേജ് മാക്സിമം കുറയ്ക്കാം, പ്രത്യേകിച്ച് ഡ്രസ്സിൻ്റെ. നമുക്ക് കൂടുതൽ ജാക്കറ്റും അതുപോലെ തന്നെ ഡൗൺ ജാക്കറ്റൊക്കെ മേലെ വരും. അപ്പോൾ ഈ ഉള്ളിലിട്ടൊന്നും കാണുന്നില്ല എന്തായാലും. അപ്പോൾ 2 മതിയാവും എൻ്റെ ഒരു അഭിപ്രായത്തിൽ. ഞാനും കുറച്ചധികം കൂടുതലും ഉണ്ട്. പിന്നെ അവസാന നിമിഷം അതൊക്കെ മാറ്റി വെച്ചു. ഇത്രയൊക്കെ ചെറിയ മാത്രമേ ഉപയോഗിച്ചുള്ളൂ. അതുപോലെ തന്നെ പിന്നെ തെർമൽസ്,
അത് നല്ലൊരു ഓപ്ഷനാണ്. അത് അത്യാവശ്യമായിട്ട് വേണ്ട സാധനമാണ്. മെയിനായിട്ട് കൊണ്ടുപോകുന്ന സാധനം അതാണ് തെർമൽ. അപ്പറും ലോവറും തെർമലും ഉള്ളത് വളരെ നല്ലതാണ്. തെർമലും അത് കൂടാണ്ട് 2 ടീഷർട്ട് കൊണ്ടുപോയാൽ ലാവിഷാണെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ ഞാൻ കുറച്ച് കപ്പലിൻ്റെ മിഠായി, അതുപോലെ കാശുകുണ്ടി, ബദാം, കുറേ ORS ഒക്കെ കൊണ്ടുപോയിട്ടുണ്ടായിരുന്നു. അതിനകത്ത് ഞാൻ ആകെ കപ്പലിൻ്റെ മിഠായി മാത്രമാണ് കഴിച്ചുള്ളൂ. നമ്മുടെ കാശുകുണ്ടിയും ബദാമൊന്നും കഴിക്കാനുള്ള സമയവും മൈൻഡൊന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഒരു 3-4 പാക്കറ്റ് കപ്പലിൻ്റെ മിഠായി വെച്ചാൽ മതി എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അതുപോലെ തന്നെ ORSൻ്റെ പാക്കറ്റുകൾ ഞാൻ കൊണ്ടുപോയത് 24 എണ്ണമാണ്. അത് ഡെയിലി ഒരു 3 എണ്ണം വെച്ചൊക്കെ അടിക്കാനുള്ള പ്ലാനായിരുന്നു. പക്ഷേ അതും അത്ര ആവശ്യം എനിക്ക് വന്നില്ല. പക്ഷെ എന്നാലും ഒരു 10-15 പാക്കറ്റ് അത് ഉള്ളത് നല്ലതാണ്. കാരണം ഡെയിലി ഒരു പാക്കറ്റ് ORS ഇട്ട് കുടിക്കണം നിങ്ങൾക്ക് ഡീഹൈഡ്രേഷൻ വരാതിരിക്കാനായിട്ട് സഹായിക്കും. അപ്പോൾ ORS പാക്കറ്റ് ഒരു 10-15 എണ്ണോ പറ്റുന്നവർ മാക്സിമം കുടിക്കുക. ഒരു 20 എണ്ണം കൊണ്ടായാലും കുഴപ്പമൊന്നുമില്ല. ഞാൻ 24 കൊണ്ടുപോയിട്ട് ഒരു 10 പാക്കറ്റോളം ബാക്കി കൊണ്ടുവന്നായിരുന്നു. അത്രയും കുടിച്ചില്ല. കാരണം പിന്നീട് നമുക്ക് വയ്യാണ്ട് വന്നപ്പോൾ ഇത് വെള്ളം കുടിക്കുന്ന കാര്യം മറന്നു പോകണയാണ്. അതുവരെ നമുക്ക് എടുത്ത് കുടിക്കാൻ ബുദ്ധിമുട്ട് വന്നു. പക്ഷെ ആ വാട്ടർ ബാഗ് ഉണ്ടല്ലോ നമ്മൾ കൊണ്ടുപോയത് ബാഗിലിട്ടേച്ച് ഭയങ്കര യൂസ്ഫുൾ ആയിരുന്നു. കാരണം ചില സമയത്ത് നമുക്ക് ബാഗിൽ നിന്ന് ആ കുപ്പി വെള്ളം ഇങ്ങനെ എടുത്ത് കുടിക്കാൻ പോലും പറ്റാത്ത രീതിയിൽ വയ്യാണ്ടായിപ്പോയി. പക്ഷെ ആ ഒരു വയറിങ് ഇട്ട് കുടിക്കുമ്പോൾ നമുക്കൊരു വേറെ ആയാസമൊന്നുമില്ലല്ലോ. അത് വളരെ ഉപകാരമുള്ള സാധനം കേട്ടോ. പറ്റുന്നവരെ അത് വാങ്ങിക്കുക. പിന്നെ കുറേ പേര് ചോദിച്ച കാര്യമാണ് ഇൻ്റർനെറ്റിൻ്റെ അവസ്ഥ എങ്ങനെയാണെന്നുള്ളത്. നമ്മൾ പോകുന്ന വഴി മൊത്തം നമുക്ക് 4G നെറ്റ് കിട്ടും. നമ്മളെടുത്തത് എൻസെൽ എന്ന് പറഞ്ഞൊരു കമ്പനിയുടെ സിമ്മാണ്. നമ്മളത് ഓൾറെഡി വീഡിയോയിലൊക്കെ കാണിച്ചാണ്. നമ്മൾ 500 രൂപക്ക് 20 GB ഡാറ്റ കിട്ടുന്ന ഒരു സിം പാക്കേജാണ് നമ്മൾ എടുത്തേക്കുന്നത്. എൻസെൽ എന്ന് പറഞ്ഞ കമ്പനിയുടെ. അത് ഡിംബൂച്ചയിൽ നമുക്ക് കിട്ടിയില്ല. അവിടെ പക്ഷേ വൈഫൈ ഉണ്ടായിരുന്നു. ഞങ്ങൾ ഷെയർ ചെയ്ത് 500 രൂപ കൊടുത്തിട്ടാണ് അവിടെ വൈഫൈ എടുത്തത്. അവിടെ മാത്രം ഒഴിച്ച് ബാക്കി എല്ലാ സ്ഥലത്തും നമുക്ക് പോകുന്ന വഴിയായാലും 4G നെറ്റ് കിട്ടും. അത്യാവശ്യം നല്ല സ്പീഡും ഉണ്ട്. ഞാൻ ഈ ട്രിപ്പ് കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴും എനിക്ക് അതിനകത്ത് എത്രയോ 6 GB ബാക്കി ഉണ്ടായിരുന്നു. 6 GB ഡാറ്റ ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ വലിയ സീനില്ലായിരുന്നു. അത് നന്നായിട്ട് ഉപയോഗിക്കാൻ പറ്റും. അപ്പോൾ സിം എടുക്കുകയാണെങ്കിൽ എൻസെലിൻ്റെ സിം എടുക്കുകയാണെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ. പിന്നെ സിം എടുക്കുമ്പോൾ പാസ്പോർട്ടിൻ്റെ കോപ്പിയാണ് അവർ വേണമെന്ന് പറഞ്ഞത്. നമ്മൾ ആധാർ കാർഡ് കൊടുത്തെങ്കിലും അവരത് എടുത്തില്ല. അതെന്താണെന്ന് എനിക്ക് അറിഞ്ഞൂടാ. അത് പിന്നെ വേറെ രാജ്യമല്ലോ, അത് പ്രത്യേകം പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ പാസ്പോർട്ട് തന്നെ വേണമെന്ന് പറഞ്ഞു. പാസ്പോർട്ടിൻ്റെ കോപ്പി കൊടുത്തു, പിന്നെ ഫോട്ടോ കൊടുത്തു. അങ്ങനെയാണ് നമ്മൾ സിം എടുക്കുന്നത് കേട്ടോ. അപ്പോൾ പാസ്പോർട്ട് കയ്യിൽ വെക്കുന്നത് വളരെ നല്ലതാണ്. സാധാരണ രീതിയിൽ നേപ്പാളിലോട്ട് പോകാനായിട്ട് പാസ്പോർട്ടിൻ്റെ ആവശ്യമൊന്നുമില്ല. പാസ്പോർട്ട് പക്ഷേ കയ്യിൽ വേണം. കാരണം ഇതുപോലെയുള്ള സർവീസുകൾ നമുക്ക് സിമ്മിൻ്റെ ആവശ്യമാണെങ്കിലും പെർമിഷനൊക്കെ എടുക്കാനും ചിലപ്പോൾ പാസ്പോർട്ട് വേണ്ടി വരും. അപ്പോൾ അതൊന്ന് കയ്യിൽ വെക്കണം നല്ലതാണ്. ലഗേജ് കൊണ്ടുപോകുമ്പോൾ ഒരു 15 കിലോ കൊണ്ടുപോകണമാണ്. അത് കണക്കാക്കി കൊണ്ടുപോകണമാണ് ഏറ്റവും ബെറ്റർ. കാരണം 15 കിലോ കൂടുതൽ ലൂക്കില ഫ്ലൈറ്റിൽ കയറ്റില്ല. അങ്ങനെ ഒരു പ്രശ്നമുണ്ട്. അവർ വെയിറ്റ് നോക്കും. കയറ്റില്ല എന്നല്ല, കൂടുതൽ അഡീഷണൽ പൈസ കൂടുതൽ കൊടുക്കേണ്ടി വരും. അത് വലിയ എമൗണ്ടാണ്. അപ്പം 15 കിലോ ടോട്ടൽ നിങ്ങളുടെ ലഗേജ് കണക്കാക്കി കൊണ്ടുപോകണമാണ് കുറച്ചും കൂടി നല്ലത്. പിന്നെ എത്ര വയസ്സുള്ളവർക്ക് പോകാം എന്ന് പലരും ചോദിക്കുന്നുണ്ടായിരുന്നു. ശരിക്കും ആക്ച്വലി വയസ്സിൻ്റെ കാര്യം നോക്കുകയാണെങ്കിൽ നിങ്ങളുടെ ആരോഗ്യം പോലെ ഇരിക്കും. എത്ര വയസ്സെന്നുള്ളത് വിഷയമല്ല. നമ്മുടെ അത് മനസ്സിൻ്റെ ഒരു ശക്തിയും നമ്മൾ ഫിസിക്കലി എത്ര ഫിറ്റാണ് എന്നുള്ളത് അനുസരിച്ചിരിക്കും ഈ ഒരു യാത്ര എത്ര വയസ്സുള്ളതെന്നുള്ളത് നമുക്ക് പറയാൻ പറ്റുള്ളൂ. എൻ്റെ അഭിപ്രായത്തിൽ അത്യാവശ്യം ഫിറ്റ്നസ് ഒക്കെ ഉള്ള ആർക്കും പോകാം. അതിപ്പോൾ എത്രയോ ലേഡീസ് വരെ വരുന്നു. അതുപോലുള്ള പ്രായമുള്ള ആൾക്കാർ പോകുന്നുണ്ട്. ഞാൻ പോയപ്പോൾ പ്രായമുള്ള 10-60 വയസ്സുള്ള ആൾക്കാർ കയറുന്നുണ്ട്. അത് ഒന്നാമത് നമ്മുടെ മനസ്സിൻ്റെ ശക്തി. നമുക്കിത് ഈ പറഞ്ഞ പോലെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പോകാൻ പറ്റും എന്നുള്ളൊരു കോൺഫിഡൻസും. ഇപ്പോൾ ഒട്ടും പറ്റില്ല എന്ന് തോന്നുക, അല്ലെങ്കിൽ നിങ്ങളുടെ ഫിറ്റ് അല്ലാന്ന് തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾ ഫിറ്റ് ആക്കാൻ വേണ്ടിയിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. കുറച്ച് നാൾ അതിന് വേണ്ട പ്രിപ്പറേഷനൊക്കെ ചെയ്യുക. ആണെങ്കിൽ പറ്റുമെങ്കിൽ 1 വർഷം ഡെയിലി നടന്ന് അടുത്ത വർഷം പോകാമെന്ന പ്ലാനൊക്കെ ഇട്ട് അങ്ങനെ പോവാം. അപ്പോൾ വയസ്സൊന്നും ഒരു പ്രശ്നമല്ല അതിന്. അപ്പോൾ ഇനി മെയിൻ നമ്മുടെ ഒരു കാര്യത്തിലോട്ട് കിടക്കാം. ഞാൻ പോയ പാക്കേജിൻ്റെ ഡീറ്റെയിൽസ് പറയാം. ഒരുപാട് പാക്കേജുകൾ നിങ്ങൾക്ക് അന്വേഷിച്ചാൽ കിട്ടും. പല കമ്പനികളും പല ട്രാവൽ ഏജൻസികളും പല റേറ്റിലൊക്കെ കൊണ്ടുപോകുന്നുണ്ട്. ചില സ്ഥലത്ത് ഞാൻ നോക്കിയപ്പോൾ 42,000 രൂപയൊക്കെ കൊണ്ടുപോകാം എന്നൊക്കെ പറഞ്ഞ് കിടപ്പുണ്ട്. പക്ഷേ അതിനകത്ത് ഫുഡൊന്നും ഇൻക്ലൂഡ് ആയിരിക്കില്ല. നമുക്ക് ഏറ്റവും കൂടുതൽ പൈസ ചിലവ് തന്നെ ഫുഡിന് തന്നെയാണ്. പിന്നെ ഞാൻ പോയ പാക്കേജ് എന്ന് പറഞ്ഞാൽ നമ്മുടെ ബാബുക്കയുടെ ഒപ്പമാണ് പോയത്. ബാബുക്കാണ് അത് കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോയത്. അപ്പോൾ 75,000 രൂപയാണ് ആ ഒരു പാക്കേജിന് വന്ന ചിലവ്. ഇതിനകത്ത് കംപ്ലീറ്റ് സാധനങ്ങൾ ഇൻക്ലൂഡ് ആണ്. ഫുഡും അക്കോമഡേഷനും പോർട്ടറും അതുപോലെ നമ്മുടെ ഗൈഡ് മിറ്റ്മ എല്ലാ സംഭവങ്ങളും ഇൻക്ലൂഡ് ആയിരുന്നു. അതായത് കാഠ്മണ്ഡു നിങ്ങൾ ചെല്ലുക, EBC പോവുക, തിരിച്ച് കാഠ്മണ്ഡു വരാം, അതുവരെയുള്ള കംപ്ലീറ്റ് എക്സ്പെൻസും ഇതിനകത്ത് ഇൻക്ലൂഡ് ആണ്. പിന്നെ നമ്മുടെ ഫ്ലൈറ്റ് ടിക്കറ്റ് ഉൾപ്പെടെ ഉണ്ടോ. അതായത് കാഠ്മണ്ഡു ടു ലൂക്കിൽ നിന്ന് തിരിച്ച് നമ്മൾ റിട്ടേൺ വരുമ്പോഴും കാഠ്മണ്ഡു വരെയുള്ള ഫ്ലൈറ്റ് ടിക്കറ്റും, അതുകൂടാണ്ട് നമ്മൾ കാഠ്മണ്ഡുവിൽ ഒരു ദിവസം സ്റ്റേ ചെയ്യും,
പിന്നെ യാത്ര പോയിട്ട് തിരിച്ചു വരുമ്പോൾ കാഠ്മണ്ഡുവിൽ ഒരു ദിവസം സ്റ്റേ ഉണ്ട്, അതും കൂടി ഇൻക്ലൂഡ് ആണ്. നമുക്ക് ആകെയുള്ള വേറെ അഡീഷണൽ എക്സ്പെൻസ് വരുന്നത് നാട്ടിൽ നിന്ന് കാഠ്മണ്ഡുവിലോട്ട് എത്തേണ്ട ചിലവ്. അത് നിങ്ങൾ ഫ്ലൈറ്റ് പിടിച്ചോ അല്ലെങ്കിൽ ട്രെയിൻ പിടിച്ചോ എത്താവുന്നേ ഉള്ളൂ. നമ്മളെടുത്ത പാക്കേജ് എന്ന് പറഞ്ഞാൽ 75,000 രൂപയുടെ കംപ്ലീറ്റ് എക്സ്പെൻസുകളും ഇൻക്ലൂഡ് ആയിട്ടുള്ള പാക്കേജാണ്. പെർമിറ്റ് ഉൾപ്പെടെയുണ്ട്, എല്ലാ പെർമിറ്റുകളും, വേറെ അഡീഷണൽ സംഭവങ്ങളൊന്നും വരില്ല. പിന്നെ എന്തെങ്കിലും ആവശ്യമുള്ള സാധനങ്ങൾ, ഇപ്പോൾ നമ്മൾ തുണി അരക്കില്ല, അതൊക്കെ വേറെ എക്സ്പെൻസ് ആയിട്ട് വന്നു, അങ്ങനത്തെ കാര്യങ്ങളേ ഉള്ളൂ. അതല്ലാണ്ട് അഡീഷണൽ ആയിട്ട് വേറെ സീനൊന്നുമില്ല. കംപ്ലീറ്റ് ഈ ഒരു എമൗണ്ടിലാണ് നമ്മൾ പോയിട്ട് വന്നത്. അതുകൂടാണ്ട് പിന്നെ അഡീഷണൽ നമുക്ക് എക്സ്പെൻസ് വന്നതെന്ന് പറഞ്ഞാൽ ഹെലികോപ്റ്ററിൻ്റെ കേസാണ്. അത് എല്ലാവർക്കും വരില്ല, നമുക്ക് വന്നു പോയി. പക്ഷേ അതൊരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കേട്ടോ. അപ്പോൾ അതാണ് നമുക്ക് അഡീഷണൽ ആയിട്ട് വന്നത്. നമ്മൾ പക്ഷേ ഷെയർ ചെയ്ത് വന്നുകൊണ്ട് വലിയൊരു കുഴപ്പമില്ലാണ്ട് വന്നു. പക്ഷേ നമുക്ക് അത് എടുക്കാതിരിക്കാൻ പറ്റിയില്ല, അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയിരുന്നു. നമ്മുടെ കൂടെ ഉള്ള വിഞ്ചേട്ടനൊക്കെ കുറച്ച് സീരിയസ് ആയിരുന്നു. അത് കൊറോണയായിരുന്നു മെയിൻ ഇഷ്യൂ, അല്ലെങ്കിൽ നമുക്ക് സുഖമായിട്ട് ഇത് കംപ്ലീറ്റ് ചെയ്തിട്ട് കുഴപ്പമില്ലാണ്ട് തിരിച്ചു വരാൻ പറ്റും. അപ്പോൾ പാക്കേജിൻ്റെ കാര്യങ്ങൾ ഇതാണ്. ഞാൻ പോയ പാക്കേജ് ഇതാണ്. പക്ഷേ പല ട്രാവൽ ഏജൻസിക്കാരും പല രീതിയിലാണ് കൊണ്ടുപോകുന്നത്. ചിലർ 20,000 രൂപ എന്നൊക്കെ പറഞ്ഞ ബഡ്ജറ്റ് കാണിക്കുന്നുണ്ട്, പക്ഷേ അതൊന്നും ചിലപ്പോൾ ഫ്ലൈറ്റ് ഒന്നും ഉണ്ടാവില്ലായിരിക്കും. അപ്പോൾ ഫ്ലൈറ്റ് എടുക്കാൻ താല്പര്യമുള്ളവർ ആ രീതിയിലുള്ള പാക്കേജ് എന്തൊക്കെ ഇൻക്ലൂഡ് ആണെന്ന് എല്ലാവരും ചെക്ക് ചെയ്യണം, ഓരോ ഏത് ഏജൻസി ആണെങ്കിലും. പിന്നെ ഉള്ളത്, നിങ്ങൾക്ക് ഫ്ലൈറ്റ് ഒഴിവാക്കി പോകാൻ താല്പര്യമുള്ളവർക്ക്, ഫ്ലൈറ്റ് എന്ന് പറയുമ്പോൾ കാഠ്മണ്ഡു ടു ലൂക്കുള്ള ഫ്ലൈറ്റിൻ്റെ എമൗണ്ട് ഏകദേശം 10,000 രൂപ മുതൽ 12,000 രൂപ വരെ ചിലവുണ്ട് വൺ സൈഡ് അങ്ങോട്ട്. അപ്പോൾ അത് ഒഴിവാക്കാനായിട്ട് താല്പര്യമുള്ളവർക്കാണെങ്കിൽ കാഠ്മണ്ഡുന്ന് നിങ്ങൾക്ക് ലൂക്ലയിലോട്ട് ടാക്സിയും പിന്നെ ട്രക്ക് ചെയ്തും പോകാനുള്ളൊരു സൗകര്യമുണ്ട്. അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽ എങ്ങനെയാണെന്ന് വെച്ചാൽ, നമ്മുടെ കാഠ്മണ്ഡുവിൽ ചാബിൽ ചൗക്ക് എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലമുണ്ട്. തമേലിൽ നിന്ന് 2 കിലോമീറ്റർ മാറിയിട്ടാണ്. അവിടെ നിന്ന് നിങ്ങൾക്ക് സലേറി എന്ന് പറഞ്ഞിട്ടൊരു സ്ഥലത്തോട്ട് വണ്ടി കിട്ടും. ബസ്സും ഉണ്ട്, സുമോ ഉണ്ട്. സുമോ മീൻസ് ഈ ടാറ്റ സുമോയുടെ ഷെയർ ടാക്സി കിട്ടും. എനിക്ക് തോന്നുന്നത് അതായിരിക്കും കുറച്ചുകൂടി ബെറ്റർ എന്ന് തോന്നുന്നു. അത് തലേ ദിവസം ഞാൻ ബുക്ക് ചെയ്യണം നിങ്ങൾ. എന്നിട്ട് അവിടെ നിന്ന് സലേറി എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നിങ്ങൾക്ക് ഈ വണ്ടിക്ക് പോവാം. ഇതിൻ്റെ റേറ്റ് എന്ന് പറഞ്ഞാൽ 1,300 നേപ്പാളി മണിയാണ് കേട്ടോ, സലേറി വരെ, കാഠ്മണ്ഡു ടു സലേറി. എന്നിട്ട് സലേറി എന്ന് പറഞ്ഞ സ്ഥലത്ത് നിന്ന് തംഡാഡ എന്ന് പറഞ്ഞ സ്ഥലത്തോട്ട് നിങ്ങൾക്ക് വേറെ വണ്ടി എടുക്കണം. ആ സ്ഥലത്തോട്ടും വേറെ സെപ്പറേറ്റ് വണ്ടി അവിടെ നിന്ന് കിട്ടും. എനിക്ക് തോന്നുന്നത് ഏറ്റവും അവസാനത്തെ റോഡ് അതാണ്. ബേസ് ക്യാമ്പിലോട്ടുള്ള വണ്ടി പോകുന്ന ഏറ്റവും അവസാനത്തെ റോഡ് അവിടം വരെ ഉണ്ടാവുള്ളൂ. നിങ്ങൾക്ക് ലൂക്കിലോട്ട് ബാക്കി ട്രക്ക് ചെയ്യണം. അത് ഏകദേശം എനിക്കൊരു 6 മണിക്കൂറോളം വരും. അപ്പോൾ ലൂക്കിലോട്ട് ട്രക്ക് ചെയ്യണം. ഇതിൻ്റെ ഗുണം എന്താണെന്ന് വെച്ചാൽ, സാമ്പത്തികവും നോക്കുകയാണെങ്കിൽ 2,000 രൂപയുടെ ചിലവ് വരുള്ളൂ. ഇന്ത്യൻ മണി 2,000 രൂപയുടെ ചിലവേ വരുന്നുള്ളൂ. പക്ഷേ ഫ്ലൈറ്റ് 10,000 രൂപ മുടക്കണം, ലാഭിക്കാം എന്നതാണ് അതിൻ്റെ ഒരു പ്രത്യേകത. പക്ഷേ എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഫ്ലൈറ്റിൽ പോണതും ഒരു എക്സ്പീരിയൻസ് തന്നെയാണ്. കാരണം ലോകത്തിലെ ഏറ്റവും ഡേഞ്ചറസ് ആയിട്ടുള്ള എയർപോർട്ടിലാണ് ഇറങ്ങണം. അതിൻ്റെ ഒരു ത്രില്ല് വേറെ തന്നെയാണ്. ഫ്ലൈറ്റ് എടുത്തു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമുക്ക് പെട്ടെന്ന് എത്താൻ പറ്റും. ഒരു 1/2 മണിക്കൂർ കൊണ്ട് നമുക്ക് ലൂക്കിലെത്താം. ഈ ഒരു വഴി വണ്ടി എടുത്ത് നമുക്ക് ട്രക്ക് ചെയ്ത് വരുമ്പോൾ 2 ദിവസം നിങ്ങൾക്ക് എക്സ്ട്രാ വരും. അതാണ് അതിൻ്റെ ഒരു വ്യത്യാസം. അപ്പോൾ ബഡ്ജറ്റായിട്ട് എങ്ങനെ പോകാമെന്നും കുറേ പേര് ചോദിക്കുന്നുണ്ട്. പക്ഷേ ഈ കാര്യത്തിൽ ഒരു ബഡ്ജറ്റ് നോക്കാണ്ടിരിക്കുകയാണ് നല്ലതെന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അവിടുത്തെ ഒരു സിറ്റുവേഷൻ കാര്യങ്ങൾ നേരിട്ട് കണ്ടിട്ടുള്ളതുകൊണ്ട് അധികം ബഡ്ജറ്റ് പിടിക്കാണ്ടിരിക്കുകയാണ് നല്ലത്. സേഫ്റ്റി നോക്കുമ്പോൾ എക്സ്പെൻസ് കൂടും, അത് സ്വാഭാവികമാണ്. അപ്പോൾ അതിൻ്റെ ആയിട്ട് ബന്ധപ്പെട്ടുള്ള കാര്യങ്ങളാണ്. ഇനി ഈ പാക്കേജ് ഇല്ലാണ്ട് എങ്ങനെ പോകണേനും കൂടി ജസ്റ്റ് പറഞ്ഞു. അതായത് ഇപ്പോൾ ഞാൻ പറഞ്ഞ ഈ ഒരു റൂട്ട് നിങ്ങൾക്ക് സെലക്ട് ചെയ്യാം. ഫ്ലൈറ്റ് എടുക്കാൻ താല്പര്യമുള്ള ഇല്ലാത്തവരാണെങ്കിൽ ഇതുപോലെ ടാറ്റ സുമോ വഴി ചെന്നിട്ട് സെല്ലറി വഴി നമുക്ക് ലൂക്കിലെല്ലാം, ലൂക്കിൽ നിന്ന് പിന്നെ സാധാരണ പോലെ കണ്ടിന്യൂ ചെയ്ത് പോകാം. അതല്ലാണ്ട് ഫ്ലൈറ്റ് ആണ് നിങ്ങൾ ഉദ്ദേശിക്കുന്നതെങ്കിൽ നിങ്ങൾക്ക് താര എയർലൈൻസ് ഉണ്ട്, പിന്നെ യേത്തി എയർലൈൻസ്. നിങ്ങൾക്ക് ഓൺലൈൻ വഴി ബുക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ഫ്ലൈറ്റ് പിടിച്ച് പോകാവുന്നേ ഉള്ളൂ. ഇതെനിക്ക് തലേ ദിവസമൊക്കെ ബുക്ക് ചെയ്താൽ ചിലപ്പോൾ കിട്ടുമെന്ന് തോന്നുന്നത്. എനിക്ക് കറക്റ്റ് അറിയില്ല, നേരത്തെ തന്നെ ബുക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നും ഇല്ലാന്ന് എനിക്ക് തോന്നണം. അപ്പോൾ റേറ്റ് ഞാൻ നേരത്തെ പറഞ്ഞാൽ 10 രൂപ 12 രൂപ റേഞ്ചാണ് റേറ്റ് വന്നത് ഒരാൾക്ക്. പിന്നെ നിങ്ങൾക്ക് ഗൈഡിനെയോ പോർട്ടറെയൊക്കെ ആവശ്യമുണ്ടെങ്കിൽ കാഠ്മണ്ഡുന്നോ അല്ലെങ്കിൽ ലൂക്കിലെ ചെന്നാലും കിട്ടും. പിന്നെ അത് നല്ല ഒരു ടീമാണെന്ന് വെച്ച് അന്വേഷിക്കണം, നല്ലതാണ്. ആരൊക്കെയാണ് വന്നതെന്ന് അറിയില്ലല്ലോ. അപ്പോൾ അത് നല്ലൊരു ഓപ്ഷനാണ്. നമുക്ക് ആവശ്യമുണ്ടെങ്കിൽ 3-4 പേരൊക്കെ ചേർന്നിട്ടാണ് പോകണമെങ്കിൽ അവിടെ ചെന്നാലും കിട്ടും. ഇപ്പോൾ ഗൈഡിന് എടുക്കുകയാണെങ്കിൽ ഏകദേശം 1,500 അല്ലെങ്കിൽ 1,700 നേപ്പാളി മണിയാണ് ഡെയിലി അവർക്ക് ചിലവായിട്ട് വരുന്നത്. നമുക്ക് കൊടുക്കേണ്ട ഫീസ് അത് ഓരോരുത്തരിലും ചിലപ്പോൾ വ്യത്യാസം ഉണ്ടാകും. ഒരു പോർട്ടർ എടുക്കുകയാണെങ്കിൽ 1,500 രൂപ ഡെയിലി അവർക്ക് കൊടുക്കണം. പോർട്ടറുടെ ഗുണമെന്ന് പറഞ്ഞാൽ നമുക്ക് 2 പേരുടെ 3 പേരുടെ ഒക്കെ ആയിട്ട് അവർക്ക് ഷെയർ ചെയ്ത് പോകാം. 2 പേരുണ്ടെങ്കിൽ അവരുടെ പോർട്ടർമാർ ഒന്ന് തന്നെ ആയിരിക്കുമല്ലോ, ഷെയർ ചെയ്ത് പോകാൻ പറ്റും. ഗൈഡിന് എനിക്ക് തോന്നുന്നു ഒരു 10 പേരൊക്കെ ഉണ്ടെങ്കിൽ ഒരു ഗൈഡ് കറക്റ്റ് ആയിരിക്കും. അപ്പോൾ ഷെയർ ചെയ്ത് പോകാം. ഗൈഡിൻ്റെ പൈസ എനിക്ക് തോന്നുന്നു അത്ര വലിയ പ്രശ്നമില്ല. നമ്മളൊരു ഗ്രൂപ്പായിട്ടാണ് പോകണമെങ്കിൽ ഇതൊക്കെ ഷെയർ ആയി പോകുന്ന കാര്യമാണ്. സിംഗിളായിട്ട് പോകുമ്പോഴാണ് ഈ പ്രശ്നം. ഇത് ഒറ്റക്ക് കൊടുക്കേണ്ടി വരും. ഗൈഡും പോർട്ടറൊന്നും ഇല്ലാണ്ടും പോകാൻ പറ്റും. അത് നിങ്ങളുടെ എങ്ങനെയാണ് ആവശ്യം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ലഗേജ് ഒക്കെ ഉണ്ടെങ്കിൽ ഇത്രയും ലഗേജൊക്കെ ചുമന്നുകൊണ്ട് പോകാൻ പാടാണ്. അപ്പോൾ എന്തായാലും പോർട്ടർ എടുക്കേണ്ടി വരും. അത് പ്രത്യേകിച്ച് ലഗേജോ കാര്യങ്ങളൊന്നും ഇല്ലെങ്കിൽ സ്വന്തമായിട്ട് പോകാവുന്നേ ഉള്ളൂ. പക്ഷേ ഞാൻ റെക്കമെൻഡ് ചെയ്യില്ല. കാരണം ഒരു ഒറ്റക്ക് പോകുന്നത് സോളോ ട്രിപ്പ് ഞാൻ അധികം
റെക്കമെൻഡ് ചെയ്യില്ല. കാരണം എന്തെങ്കിലും ഒരു ഇഷ്യൂ വന്നാൽ നമുക്കൊരു ഹെൽപ്പിന് ഒരാളെ ഉള്ളത് വളരെ നല്ലതാണ്. കാരണം ഇതേപോലുള്ള സ്ഥലമാണ്, നമുക്ക് ഹെൽത്ത് ഇഷ്യൂസ് എപ്പോൾ വേണമെങ്കിലും വരാം. അതൊന്നും പറയാൻ പറ്റാത്ത കേസാണ്. ഇപ്പം അത്യാവശ്യം ഈ ഓട്ടവും ചാട്ടമൊക്കെ ഉള്ള ഒരു അത്ലറ്റോ അല്ലെങ്കിൽ അത്യാവശ്യം ഫിറ്റ്നസ് ഒക്കെ ഉള്ള ഒരാളാണെങ്കിൽ എനിക്ക് തോന്നുന്നു വലിയൊരു പ്രശ്നം വരാൻ സാധ്യതയില്ല. നിങ്ങൾക്ക് നൈസായിട്ട് വഴിയൊക്കെ ചോദിച്ച് ഇങ്ങനെ പോകാമെന്നേ ഉള്ളൂ. അവിടുത്തെ റൂമിനൊക്കെ 250-500 ആ ഒരു റേറ്റാണ് വരുന്നത്. റൂമൊക്കെ ത്രിബിൾ ഷെയറിങ്ങും ഡബിൾ ഷെയറിങ്ങും ഒക്കെയാണ്. അപ്പോൾ 2-3 പേരൊക്കെ ഉണ്ടെങ്കിൽ ഇതൊക്കെ ഷെയർ ചെയ്ത് പോകുമ്പോൾ എക്സ്പെൻസ് പിന്നെയും കുറയ്ക്കാൻ പറ്റും. ഏറ്റവും കൂടുതൽ എക്സ്പെൻസ് തന്നെ ഫുഡിന് തന്നെയാണ്. അത് ഷെയർ ചെയ്യാനും പറ്റില്ല. ഒരു നേരത്തെ ഫുഡിന് തന്നെ 500-ഉം ചില സ്ഥലങ്ങളിൽ 700-ഉം അങ്ങനത്തെ എക്സ്പെൻസ് വരും. മൊബൈൽ ചാർജ് ചെയ്യണമെങ്കിലും ഇതേപോലെ എക്സ്പെൻസ് ആണ്. ഇതൊക്കെയാണ് മെയിനായിട്ട് വരുന്ന ഹെവി എക്സ്പെൻസുകൾ. പിന്നെ പാക്കേജ് എടുത്ത് പോകുമ്പോഴുള്ള ഗുണമെന്ന് വെച്ചാൽ നിങ്ങൾ വേറെ കാര്യങ്ങൾ തിരക്കണ്ട നോക്കണ്ടെന്ന് പറയുന്ന പോലെ വേറെ കാര്യങ്ങളൊന്നും അറിയണ്ടല്ലോ, അവർ കൂടെ അങ്ങ് പോയാൽ മതി. സ്വന്തമായിട്ട് പോകാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇങ്ങനെയും പോകാം. പക്ഷെ ഞാൻ പറഞ്ഞില്ലേ, ഒറ്റക്ക് പോകുന്നത് ഞാൻ അധികം റെക്കമെൻഡ് ചെയ്യാത്തൊരു കേസാണ്. പോകേണ്ടവർക്ക് പോകാം എന്ന് മാത്രമേ ഉള്ളൂ. അത്യാവശ്യം ഫിറ്റ്നസ് ഉള്ളവരാണെങ്കിൽ മൈൻഡുള്ളവർക്ക് അങ്ങനെ നൈസായിട്ട് കയറി പോകാം. പക്ഷെ ഒരു 3-4 പേരും കൂടി ഒന്നിച്ച് പോകുകയാണെങ്കിൽ പരസ്പരം അഡ്ജസ്റ്റ് ചെയ്തും ഷെയർ ചെയ്തും എക്സ്പെൻസ് കുറച്ചുകൂടി കുറച്ചും നമുക്ക് പോകാൻ പറ്റും. അപ്പോൾ പാക്കേജ് ഇല്ലാണ്ട് ഗൈഡും പോർട്ടറും ഒന്നും ഇല്ലാണ്ട് പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് അത്യാവശ്യം നല്ല ബഡ്ജറ്റായിട്ട് പോകാൻ പറ്റും. പിന്നെ വേറൊരു കാര്യം കൂടി ഉണ്ട് കേട്ടോ, ഈ ബേസ് ക്യാമ്പ് പോകുന്നവർക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വഴിയും കൂടിയുണ്ട്. അത് സാധാരണ രീതിയിൽ ഈ പാക്കേജുകളിൽ ഉൾപ്പെടുത്തി കണ്ടിട്ടില്ല. അത് നമുക്ക് സ്വന്തമായിട്ട് പോകേണ്ടി വരും എന്നാണ് എനിക്ക് തോന്നുന്നത്. അതായത് നമ്മൾ ബേസ് ക്യാമ്പ് പോകുമല്ലോ, അത് കണ്ട ശേഷം തിരിച്ച് വരുമ്പോൾ ചോളാ പാസ് എന്ന് പറഞ്ഞൊരു വഴിയുണ്ട്. ചോളാ പാസ് വഴി പോയിട്ട് ഗോയ്ക്കോ എന്ന് പറഞ്ഞ സ്ഥലം, ഗോയ്ക്കോ വഴി നമുക്ക് നാംചെ ബസാറിലോട്ട് തിരിച്ചെത്തുന്ന ഒരു വഴിയാണ്. സാധാരണ രീതിയിൽ നമ്മൾ പോകുന്ന പോലെ തന്നെ പെരീച്ച വഴിയാണ് തിരിച്ചു വരുന്നത്. ഇത് വേറൊരു റൂട്ടാണ്. പക്ഷേ ചോളാ പാസ് കുറച്ചും കൂടി ടഫാണെന്നാണ് പലരും പറഞ്ഞു കേട്ടിട്ടുള്ളത്. കാരണം അത് ഗ്ലേഷ്യറാണ്, അതായത് ഐസ് ഉറങ്ങി കിടക്കണ ആ ഒരു സ്ഥലത്ത് കൂടി, അതിൻ്റെ മുകളിൽ കൂടിയാണ് നമ്മൾ നടക്കേണ്ടത്. അത് കുറച്ച് ടഫാണെന്നാണ് പലരും പറഞ്ഞത്. നല്ല ടഫാണെന്ന് പറയുന്നുണ്ട്. നമുക്ക് ബേസ് ക്യാമ്പ് കഴിഞ്ഞ ശേഷം ചോളാ പാസ് വഴി ഗോയ്ക്കോ വഴി നമുക്ക് നാംചെ ബസാറിലോട്ട് എത്താം. അതൊരു സർക്കിൾ ഇങ്ങനെ ഫുള്ളാക്കി വരുന്ന ഒരു രീതിയാണ്. അത് പാക്കേജുകളൊന്നും ചെയ്ത് കണ്ടിട്ടില്ല. പിന്നെ പലരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് ഹെലികോപ്റ്ററിൽ പോയി കണ്ടിട്ട് തിരിച്ചു വരാൻ പറ്റുമോ എന്നുള്ളത്. അതും പോസിബിളാണ്. നിങ്ങളുടെ കാശുണ്ടെങ്കിൽ, അത് 1 ലക്ഷം രൂപ മുടക്കാൻ പൈസ ഉണ്ടെങ്കിൽ യൂക്രൈനിൽ നിന്ന് ഹെലികോപ്റ്റർ എടുക്കുക, നേരെ ABC വിടുക. എനിക്ക് തോന്നിയിട്ടുള്ളത് അത് ശാരീരികമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. കാരണം ഒറ്റയടിക്ക് ഒരു 15 മിനിറ്റിനുള്ളിൽ നമ്മൾ ഇത്രയും ഹൈറ്റിലോട്ട് 5000 മീറ്റർ പൊക്കത്തിൽ ഓക്സിജൻ 50% ഉള്ള സ്ഥലത്തോട്ടാണ് നമ്മൾ പോണത്. അപ്പോൾ ശാരീരികമായിട്ട് എന്തെങ്കിലും ഇഷ്യൂ വരുമോ എന്നുള്ളത് എനിക്കറിയില്ല. ചില ആൾക്കാർ ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്, നമ്മുടെ ലഡാക്കിലോട്ട് ഫ്ലൈറ്റിന് പോകുമ്പോൾ അവിടെ ചെല്ലുമ്പോൾ തലവേദന എടുക്കാറുണ്ട് എന്ന് ഞാൻ പറഞ്ഞു കേട്ടിട്ടുണ്ട്. അത് ഈ ഇത്ര ഹൈ ഓൾട്ടിറ്റ്യൂഡിലോട്ട് ഒറ്റയടിക്ക് പോകുമ്പോഴുള്ള പ്രശ്നങ്ങളാണ്. അപ്പോൾ അതേപോലെ എന്തെങ്കിലും ഇഷ്യൂസ് വരുമോ എന്ന് എനിക്കറിയില്ല. ചിലപ്പോൾ പോയാൽ അതേ ഹെലികോപ്റ്ററിൽ തന്നെ തിരിച്ചു കൊണ്ടുവരേണ്ട അവസ്ഥ വരുമോ എന്ന് എനിക്കറിയില്ല കേട്ടോ. അതൊക്കെ നിങ്ങൾ ഏതെങ്കിലും വിദഗ്ധരായിട്ടുള്ള ആരോടും ചോദിക്കേണ്ടി വരും. പക്ഷേ പോസിബിളാണ്, പോകാൻ സാധിക്കും. കാശുണ്ടെങ്കിൽ അത് അങ്ങനെയും പോകാം. പിന്നെ ഡൗൺ ജാക്കറ്റും അതേപോലെയുള്ള കാര്യങ്ങൾ, സ്ലീപ്പിംഗ് ബാഗ്, ഈ ട്രക്കിംഗ് പോള്, അതൊക്കെ റെന്റിന് എടുക്കാൻ പറ്റൂടാ. ഒരു -20 വരെ സപ്പോർട്ട് ചെയ്യുന്ന ജാക്കറ്റ് ആയിരിക്കണം. അതൊന്നും നമുക്ക് ഇവിടുന്ന് മേടിച്ചിട്ട് കൊണ്ട് ആവശ്യമില്ല, അവിടെ ചെന്ന് റെന്റിന് എടുക്കാം. സ്ലീപ്പിംഗ് ബാഗ് ഇതുപോലെ -20 അവിടെ നിന്ന് റെന്റിന് കിട്ടും. നമ്മൾ ട്രക്കിംഗ് പോളൊക്കെ അവിടെ നിന്ന് റെന്റിന് എടുത്താണ്. ഇതെല്ലാം അവിടെ റെന്റിന് കിട്ടും. നമ്മുടെ പാക്കേജിലൊക്കെ ഇൻക്ലൂഡ് ആയിരുന്നു. ഇതിന്റെ റേറ്റ് എന്ന് പറയുന്നത് 50 രൂപ മുതൽ 80 രൂപ വരെയാണ് പെർ ഡേ വരുന്നത്. ഓരോ സാധനത്തിന്റെയും റേറ്റ് പെർ ഡേ ആണ് റേറ്റ്. നമ്മൾ എടുത്തിട്ട് പോകുമ്പോൾ ഡെപ്പോസിറ്റ് കൊടുക്കും. അത് കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ അതിന്റെ ഫുൾ പേയ്മെന്റ് കൊടുക്കുന്ന രീതിയിലാണ്. എനിക്ക് തോന്നുന്നത് 10 ദിവസത്തെ റെന്റ് വരും. ഒരു 50 രൂപ വെച്ച് കൂട്ടിയാൽ മതി. 50 രൂപ അല്ലെങ്കിൽ 80 രൂപ വരെയാണ് അതിൻ്റെ ഒരു റേറ്റ് പെർ ഡേ വരുന്നത്. പിന്നെ ഈ ഒരു EBC ട്രിപ്പിൻ്റെ ഏറ്റവും ബെസ്റ്റ് സീസൺ എന്ന് പറയുന്നത് ഏപ്രിലും മെയ്യും. അതിനുശേഷം പിന്നെ വരുന്നത് ആഗസ്റ്റ്, സെപ്റ്റംബർ. ഈ മാസങ്ങളാണ് ഏറ്റവും ബെസ്റ്റായിട്ട് നമുക്ക് പോകാൻ പറ്റുന്നത്. ഇതൊക്കെയാണ് നമ്മുടെ എവറസ്റ്റ് ബേസ് ക്യാമ്പ് ട്രെക്കിൻ്റെ കാര്യങ്ങളൊക്കെ. എല്ലാം ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടെന്ന് തോന്നുന്നു. എന്തെങ്കിലും ഉണ്ടെങ്കിൽ മിസ്സായി പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്താൽ മതി. ബഡ്ജറ്റായിട്ട് പോകേണ്ടവർക്ക് അങ്ങനെ പോകാം. ഫ്ലൈറ്റ് ഒഴിവാക്കി പോകേണ്ടവർക്കാണെങ്കിൽ അങ്ങനെ പോകാം. ഫ്ലൈറ്റ് എടുത്ത് പോകേണ്ടവർക്ക് അങ്ങനെയും പോകാം. പാക്കേജ് ഇല്ലാണ്ടും പോകാം. എല്ലാം പോസിബിൾ ആണ്. പക്ഷെ ഇത് കുറച്ച് ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. കാരണം ഹൈ ആൾട്ടിറ്റ്യൂഡ് ആണ്, ഓക്സിജന്റെ ലെവൽ ഇഷ്യൂസ്, പിന്നെ AMS, അങ്ങനെ ഹെൽത്ത് ഇഷ്യൂസ് സാധ്യത കൂടുതലുള്ള സ്ഥലം കൂടിയാണ്. അപ്പോൾ തുടർന്ന് സപ്പോർട്ട് ചെയ്യാം. ചാനൽ ആദ്യമായിട്ട് സബ്സ്ക്രൈബ് ചെയ്യാം. പിന്നെ അതുപോലെ തന്നെ ഫേസ്ബുക്കിൽ കാണുന്നവർക്ക് ഫോളോ ചെയ്യാം. അപ്പോൾ അടുത്ത കിടിലൻ വീഡിയോസൊക്കെ ഇട്ട് വരാം. ബൈ.